ആദ്യേ നിങ്ങളുടെ കാലേവാരി നിലത്തിടാതിരുന്നാ മതി. കോടതിയിൽ വരുന്ന ചൊവ്വാഴ്ച രാവിലെ പോണം. പിന്നെ താലൂക്ക് ഓഫീസിൽ ചെന്ന് മനോജിനെ കാണണം. എന്താ പറഞ്ഞത്? മധുവേട്ട, മധുവേട്ട, സത്യം പറ മധുവേട്ട, നിങ്ങളുടെ കള്ളത്തരം വല്ലതും പാലിച്ചെടുക്കാൻ പൊക്കിയോ? ചെറുക്കന്റെ കണക്കുകൂട്ടലല്ല എന്റെ കണക്കുകൂട്ടൽ. എന്റെ കണക്കുകൂട്ടലുകളല്ല അവന്റെ കണക്കുകൂട്ടലുകൾ. അതവനറിയത്തില്ലെങ്കിലും അവൻ കെട്ടാൻ നിർത്തിയിരിക്കുന്ന പെണ്ണിന്റെ തന്തയ്ക്കറിയാമായിരുന്നു. അയാളാണെങ്കിൽ ചത്തും പോയി. എന്തോ ചെയ്യും? അതെ, നല്ല ചൂട് വെള്ളത്തിലൊന്ന് കുളിക്കണം, മനസ്സൊന്ന് കുളിർക്കട്ടെ. മേരേ നീന സോബന ബാരോ. മേഡം, മേഡം, കോഫി. ഹലോ, യെസ്, സീസർ ഈസ് ഓൺ ലീവ്. ഓക്കെ ഓക്കെ. അപർണ, ബാലു കോൾ യു? നോ സർ. ಅವನು ಮಿಸ್ ಮಾಡಿಬಿಟ್ಟು ಇವಾಗಲೂ ಮೋರ್ ದಾನ್ 20 hours ಆಯ್ತು. ನಾವು ಎಲ್ಲಾ ಕಡೆದಲ್ಲಿ ನೋಡಿದೆ, ಹಿಲ್ ಟಾಪ್, ಟೌನ್, ವಿರಾಜಪೇಟು. ನೀವು ಸ್ಟೇ ಮಾಡಿದ ಹೋಟೆಲ್ ಎಲ್ಲೂ ಇಲ್ಲ. Hey! Hey! വെള്ളം എടുത്തിട്ട് വാ. വേഗം ചെല്ല്. വെള്ളം. അവൻ എന്ത് സംഭവിക്കാനാ? 2 ദിവസം കഴിയുമ്പോ എന്റെ കഴുത്ത് താലി കിട്ടേണ്ടവനാ. എന്റെ വുഡ് ബി. എനിക്ക് എന്റെ ബാലുവിനെ കണ്ടാ മതി. ബാലു
ഈ പെങ്കൊച്ച് വീണ്ടും കൊക്കയിലേക്ക് പോവുമായിരുന്നു. ബോധം കെട്ട് വീണപ്പോ ഇവിടെ കൊണ്ട് കിടത്തിയതായി സാറ്. സാർ இந்த பொண்ணுന്റെ കൂടെ വന്ന ആള് മിസ്സിംഗ് ആണ് സാർ. കൊക്കയിലെന്ത് വീണതാ. എൻക്വയറി നടക്കുന്നുണ്ട്. ഇല്ല, ബാലു വരും. സാറേ, ഈ പെങ്കൊച്ചിനെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകാമോ? അല്ലെങ്കിൽ സാറ് തന്നെ ഇവരുടെ വീട്ടുകാരെ അറിയിച്ചാലും മതി. വേണ്ട, വീട്ടിലൊന്നും അറിയിക്കണ്ട. ബാലു വരും, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. കണ്ടാ സാർ, വീടുകാരെ അറിയിക്കാനും സമ്മതിക്കണില്ല. നമ്മൾ എന്ത് ചെയ്യണം സാർ? വാ, എവിടെയാന്ന് വെച്ചാ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട. എനിക്ക് എന്റെ റൂമിൽ പോണം. ഏത് ഹോട്ടലാ? വൈറ്റ് ഗേറ്റ്. സാർ ഇവിടെ അടുത്താ. ഞാൻ കൊണ്ടുവിടാം. വാ വാ വാ, വേഗം വാ. സാറ് കൊണ്ടുപോകും. വേണ്ട, ഞാൻ പോവാം. സാറ് കൊണ്ടാക്കുമെന്ന്. വരാൻ. വേഗം വാ, ഹോട്ടലിൽ കൊണ്ടാക്കാം. വാ. ഇതൊന്നും അല്ലാത്തൊരു പദ്ധതിയുണ്ട്. അതെന്താ മോളെ? എന്നോടും കൂടി ഒന്ന് പറ, ഞാനും ഒന്ന് അറിയട്ടെ. ഹ, ഞാനും കൂടാന്നേ. മണിയറുടെ കാര്യമൊക്കെ നീയാണോടി തീരുമാനിക്കുന്നത്? ചെറുക്കനും പെണ്ണും ഏത് മുറി കിടക്കണമെന്നുള്ളത് ചെറുക്കൻ തീരുമാനിക്കും. ഇതേ പെണ്ണിന്റെ മുറിയാ. ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യം അവനില്ല. അവന്റെ മുറിയേ അങ്ങ് മോളില. അത് ഞാൻ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അത് മതി. എന്റെ പ്രഭേ, നീ തീരുമാനിക്കുന്നതാണോ പിള്ളേരുടെ മനസ്സിലുള്ളത്? പിള്ളേരുടെ മനസ്സിലല്ല, ചെറുക്കന്റെ മനസ്സിൽ. അതെന്താണെന്ന് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം. പ്രഭേ, നീ പറയുന്നത് കേട്ടാ തോന്നും അപ്പു വന്നു കയറി പെണ്ണാണെന്ന്. അവളും ഈ വീട്ടിൽ തന്നെ ജീവിച്ചതാ. ഇത് അവളുടെ വീട് തന്നെയാ. വല്ല കുടുംബത്തിൽ നിന്നും കെട്ടിക്കൊണ്ടുവരുന്നതല്ല. ഏത് മുറി ജീവിക്കണമെന്നുള്ളത് അവര് പിള്ളേര് തീരുമാനിച്ചോളൂ. ഈ മുറിയാ സൗകര്യം. അത് അവനും അറിയാം, അവക്കും അറിയാം. അപ്പു ചേച്ചിയുടെയും ചേട്ടന്റെ പ്ലാൻ ഇതൊന്നും അല്ല. അവരിവിടെ നിൽക്കൂന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പ്ലാനിങ്ങും പദ്ധതിയൊക്കെ വെറുതെയാ. ഞാൻ ഈ മണിയറ ഒരുക്കുകയും ചെയ്യും. അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇനി അവർക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ എന്റെ മണിയറ ഇത് തന്നെ ആയിരിക്കും. അത് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. എന്റെ ചെറുക്കന്റെ മണിയറ ഇത് തന്നെ ആയിരിക്കും. നീ മണിയറ കയറൂടി. നിന്നെ കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ആ പ്രഭേ, ബാലുമോന്റെ മെസ്സേജോ വിളിയോ വല്ലോ വന്നോ ആമിക്ക്? വിളിച്ചിട്ടുണ്ടാവും, മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. നമ്മളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഓ, ആമിയേ, ദേ ഡാളിക്കുഞ്ഞമ്മയൊക്കെ വരുന്നുണ്ട്. അവർക്ക് ഇവിടെ പറ്റില്ല, ഹോട്ടൽ വേണോന്ന്. അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വൈക്കത്തേതോ റിസോർട്ടിൽ അടിച്ച് പൊളിക്കുകയല്ലായിരുന്നോ? എന്നാ പിന്നെ 2 ദിവസം മുന്നേ ഞാൻ ഇങ്ങോട്ട് വരണമായിരുന്നോ? ബാച്ചിലേഴ്സ് പാർട്ടി അടിപൊളിയാക്കണമെന്ന് അവൻ പറഞ്ഞതുകൊണ്ടാ 2 ദിവസം മുമ്പേ ഞാനും ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നത്. മറ്റുള്ളവരും ഇപ്പൊ എത്തും. എന്നിട്ട് അവനെവിടെ? പിന്നെ വിളിച്ചിട്ടില്ല, പിന്നെ കണ്ടിട്ടുമില്ല. ഇക്കയുടെ അടുത്ത് വിളിച്ച് വരണമെന്ന് പറഞ്ഞതാ. പിന്നീട് ഒരു വിവരവും ഇല്ല. ആ മോളെ, യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? അവളെന്തോ ഒന്നും മിണ്ടാതെ പോകുന്നത്? അറിയില്ല, രണ്ടിനെയും പറഞ്ഞു വിടാൻ വലിയ വിഷമായിരുന്നല്ലോ. വിഷമിക്കാതെ മോളെ, അവനെങ്ങും പോവില്ല. നമ്മുടെ ബാലുവിനെ നമുക്കറിഞ്ഞൂടെ? എങ്ങും പോവില്ല എങ്ങും പോവില്ല എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ആയല്ലോ. എല്ലാരും കൂടി റോഡിലോട്ട് നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട്. എങ്ങും പോയില്ലെങ്കിൽ ഇവിടെ കാണൂലേ? വെറുതെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ബഷീറിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് അവൻ വേറെ എവിടെയോ പോയിട്ടുണ്ട്. അതെ, മനഃപൂർവ്വം പ്ലാൻ ചെയ്തു പോയേക്കുന്നതാ. അതെങ്ങോട്ടാണെന്നാണ് ആദ്യം കണ്ടുപിടിച്ചത്. എന്തെങ്കിലും മോൾ എന്തായി പറയുന്നേ? ഒരു കുഴപ്പം പറ്റി ആമി. മംഗലാപുരത്ത് വെച്ച്. എന്ത് കുഴപ്പം?
മൃദൂഹാമോഹം പറയല്ലേ. നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. കല്യാണ മുറിക്ക് വന്നപ്പോ അവക്കൊരു ഫോൺ കോള് പെട്ടെന്ന്. എവിടുന്ന്? അങ്ങ് മംഗലാപുരത്തുനിന്ന്. ആര് വിളിച്ച്? ഇപ്പോഴും അറിയാവോ ആരാ വിളിച്ചെന്ന്? അറിയാവോ? എന്റെ മധുവേട്ട അവള് വിളിപ്പിച്ചതാണ്. ഇല്ലാത്ത സെമിനാറിന് അവൾ ഇവിടുത്തെ ഇറങ്ങുന്നു. ഇവിടുത്തെ പൊട്ടങ്ങണാപ്പൻ അത് സമ്മതിച്ചു. അതും അവള് സമ്മതിപ്പിച്ചു. അവളുടെ പ്ലാൻ വേറെയല്ലേ? പഴയ കാലൊന്നുമല്ല. അവരെ ചെറിയൊരു ഹണിമൂൺ പ്ലാൻ ചെയ്ത് പോയതായിരിക്കും. തോന്നിയാസം പറയരുത്. അങ്ങനെ കല്യാണത്തിന് മുമ്പേ നാട് നീളെ അങ്ങനെ നിരങ്ങേണ്ട കാര്യമൊന്നുമില്ല. എടി, കല്യാണം കഴിക്കാതെ തന്നെ ഒരുമിച്ച് ജീവിക്കാൻ ലൈസൻസ് ഉള്ള നാടാ നമ്മുടേത്. എന്റെ കണ്ണു വെട്ടിച്ച് അതിനിമിണി പുളിക്കും. ഇതുവരെ ഞാൻ വരച്ച വരേന്ന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അനങ്ങാൻ രണ്ടിനെ ഞാൻ അനുവദിച്ചിട്ടില്ല. പക്ഷെ ഇതിലെനിക്ക് അവള് പണി തന്നു. എടി, അങ്ങനെ പോയെങ്കിൽ പോട്ടെ. നാളെയാണെങ്കിലും ഇതൊക്കെ നടക്കേണ്ടതല്ലേ? അവളിന് നല്ല കണക്ക്. കുറച്ചു കഴിയുമ്പോ ഒന്നും അറിയാത്ത പോലെ അവനിങ്ങ് വരും. അത്രേ ഉള്ളൂ. ഇതാണ് പറയണത് നിങ്ങൾ മണ്ടനാന്ന്. അവൾ എന്തുവാ പറഞ്ഞത്? ഒരുമിച്ചുണ്ടായിരുന്നു, പക്ഷെ പിന്നെ അങ്ങോട്ട് കണ്ടില്ല ഞാൻ. അപ്പൊ ഇതിനകത്ത് കുഴപ്പമൊന്നും കാണുന്നില്ല ഇല്ലേ? അവള് പറയണം മധുവേട്ട എന്താ സംഭവിച്ചതെന്ന്. അവള് തന്നെ അത് പറയണം. അവളുടെ വാ കൊണ്ട് പറയണം. ചെന്ന് ചോദിക്ക അവൾ ആരുടെ കൂടെ ആയിരുന്നു, എന്താ അവിടെ സംഭവിച്ചതെന്ന് ചെന്ന് ചോദിക്കും മധുവേട്ട. കണ്ടുപിടിക്കണ്ടേ? ചെന്ന് ചോദിക്കും മധുവേട്ട. അപ്പോഴേ നമുക്ക് ഫ്ലൈറ്റ് ഒന്ന് നോക്കിയാലോ? അതിന് വല്ല വഴിയുണ്ടോ എന്ന് നോക്കിയേ ബഷീറേ. തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഉണ്ട്. അവിടുന്ന് ടാക്സി എടുത്താലും എത്താൻ പറ്റുമല്ലോ. എന്നാ പിന്നെ ആ വഴിക്ക് നോക്കി. മോളെ, മോളെ, ഞാൻ ബഷീറിനെ കൂട്ടി പോയെന്ന് അന്വേഷിക്കാം. സ്റ്റേഷനിലും പോയി അന്വേഷിക്കാം. വിഷമിക്കണ്ട മോളെ, അവൻ വരും. കല്യാണമൊന്നും മുടങ്ങൂല. ബഷീറേ, ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കണേ. ഒന്നുകൂടി നോക്ക്, ചെക്ക് ചെയ്യേ. മോള് വിഷമിക്കണ്ട. എന്തായാലും അവരന്വേഷിക്കട്ടെ. അവനിങ്ങ് വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. മോളെ അവിടെ സെമിനാറിന് വിളിച്ച സാറുമാരില്ലേ, അവരോടൊന്ന് വിളിച്ച് പറഞ്ഞേക്കാവോ? മധുവേട്ടൻ അവിടെ ചെല്ലുമ്പോ ഒരു സഹായത്തിന്. ഞാൻ പറയാം അമ്മേ. അതൊക്കെ ആരെങ്കിലും വന്ന് സഹായിച്ചോളൂ അവരെ. ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ. ഈ കല്യാണത്തിന് വന്ന ആൾക്കാരോട് എന്തോ സമാധാനം പറയാം. അത് പറ. എന്റെ പ്രഭേ, നീ കിടന്ന് ബഹളം വെക്കാതെ. ഇനി 2 ദിവസം ഉണ്ടല്ലോ. അവനിങ്ങ് വരും. ആമി 2 ദിവസേ ഉള്ളൂ. ഒന്നും അറിയാത്തോടെ നിൽക്കുന്നോണ്ടില്ലേ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട്. കുഴപ്പമായി. എന്തിനാടാ ഇങ്ങനെ വീട്ടുകാരെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുന്നത്? നാണമുണ്ട് നിനക്ക്? ഇത്രയും പ്രായമായില്ലേ? അതിന്റെ എന്തെങ്കിലും പക്വതയോ ഉത്തരവാദിത്വം ഉണ്ടോ? കണ്ട കോളനിയിലെയും ചേരിയിലെയും പിള്ളേരുടെ കൂടെ നടന്ന് അവറ്റകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് നിനക്ക് തോന്നി തുടങ്ങിയോ? അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു കമ്പനിയുടെ MD ആക്കിയിട്ടും അങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ തെണ്ടി നടക്കുന്നത്? നിനക്ക് എങ്ങനെ തോന്നുന്നടാ? നിന്റെ പപ്പയും ഗ്രാൻഡ്പയും ഒക്കെ ഇതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത്? ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ നീ? അതൊക്കെ ഓർക്കാൻ ഇവനോടന്ന നേരം. ഓരോന്ന് കേൾക്കുമ്പോ തൊലിയുരിയ. നീ കുറച്ചു ദിവസമായിട്ട് എവിടെയായിരുന്നടാ? എങ്ങോട്ട് പോകുന്നെന്നോ എപ്പോ വരുമെന്നോ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ബാക്കിയുള്ളൊരു തീ തിന്നുമായിരുന്നോ? വിളിച്ച ഫോൺ എടുക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചോ? ആരോടും പറഞ്ഞില്ലെങ്കിലും നിനക്ക് എന്നോടെങ്കിലും പറഞ്ഞൂടെ? നിന്റെ മമ്മിയല്ലേടാ ഞാൻ. അത് നേരാ. ചേട്ടത്തി ഇന്നലെ ഒരു 100 പ്രാവശ്യം വിളിച്ചു, ഒരു റെസ്പോൺസും ഇല്ല. അതെങ്ങനെ? നമ്മള് വിളിച്ചാലല്ലേ ഒരു മറുപടി ഇല്ലാതുള്ളൂ. ഓഫീസിൽ ചില ലേഡി സ്റ്റാഫിനൊക്കെ കൃത്യമായ വിവരങ്ങൾ കിട്ടാറുണ്ട്.
നമുക്ക് എന്തേലും അറിയണമെങ്കിൽ അവരോട് ചോദിക്കേണ്ട ഗതികേടാ. കാണാൻ കൊള്ളാവുന്നവരെയല്ല ജോലിക്ക് വെക്കേണ്ടത്, സ്കിൽഡ് ആയിട്ടുള്ളവരെയാ. ഇതൊക്കെ പറയുമ്പോഴാണല്ലോ കുറ്റം. ഇത്രയും സ്റ്റാഫ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ മുതലാളിയും കൂടെ രാത്രി അവിടെ പോയി നിന്നാലേ പണി നടക്കും. നമ്മൾ പണിക്ക് നിർത്തുന്നവരെയൊക്കെ ഒരു കാരണമില്ലാതെ പിരിച്ചുവിടല്ലേ? ഇതിന്റെയൊക്കെ ഉത്തരവാദി ഞാനാ. ഞാനെടുത്ത ചില റോങ് ഡിസിഷൻസിന്റെ ഫലമായിട്ടാ സൊനാലി ഗ്രൂപ്പ് നാഥനിലെ കളരിയായി മാറിയത്. കമ്പനിയിലേക്ക് ആര് വിളിച്ചാലും MD ഔട്ട് ഓഫ് സ്റ്റേഷൻ കോളിയുലേറ്റർ എന്ന് പറയാനായിട്ട് തന്നെ ഒരു മുറിപ്പാവടക്കാരി അവിടെ വെച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് MD കോൺഫറൻസിലാണ്. വെയിറ്റ് ചെയ്യൂന്ന് പറയുന്നിടത്തിലേക്ക് കാര്യങ്ങൾ മാറിയാലേ ഈ കമ്പനി നിലനിൽക്കൂ. പപ്പ, ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും ചേട്ടൻ കാരണം വിട്ടുപോയ എല്ലാ കമ്പനികളും ഇനി നമ്മുടെ കൂടെ വരും. ഞാൻ അവരെ എത്തിച്ചു. പഴയ ബന്ധങ്ങൾക്കും കടപ്പാടുകൾക്കും വലിയ വിലയുണ്ടെന്ന് പപ്പ തന്നെ എപ്പോഴും പറയാറുണ്ട്. പപ്പ തന്നെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുമുണ്ട്. പപ്പയ്ക്ക് വേണ്ടി ഇപ്പൊ എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു. ഇനി ചടങ്ങ് ഭംഗിയായിട്ട് നടക്കട്ടെ. പപ്പയുടെ അനുഗ്രഹത്തോടെ ഈ ബിസിനസ് ചേട്ടൻ നന്നായി നടത്തി വിജയിപ്പിക്കുമെങ്കിൽ ഞാൻ കൂടെ നിൽക്കും. ചേട്ടന്റെ ഒരു ഡെലിവറി ബോയായി അല്ലെങ്കിൽ ഒരു ശിപ്പായിയായി ഞാൻ കമ്പനി കാണും. മതിയായല്ലോ. എന്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ചപ്പോ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇവന്റെ മനസ്സ് നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. ഇവൻ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. സ്വന്തം കൂടപ്പുറപ്പിന് മനസ്സിലായിട്ടില്ല. എന്തിന് ജന്മം കൊടുത്ത തന്തയ്ക്ക് പോലും ശത്രുവാ. കെട്ടിക്കേറി വന്ന പെണ്ണ് പോലും ഇവൻ ഈ വീടിനും നാടിനും കൊള്ളാത്തവനാണെന്നാ പറയുന്നത്. പക്ഷെ എനിക്കറിയാം ഇവൻ എന്റെ വയറ്റിൽ പിറന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ നാടിനും വീടിനും മോശക്കാരനായി ജീവിക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട്. എനിക്കുറപ്പുള്ളിടത്തോളം കാലം ഞാൻ ഇവന്റെ കൂടെ നിൽക്കും. ഈ സൊനാലി ഗ്രൂപ്പിന്റെ MD ഇവൻ തന്നെയായിരിക്കും. ഇവനെ വേദനിപ്പിച്ചിട്ട് ശുഭമുഹൂർത്തം നോക്കി ഇവനെ MD കസേരയിൽ പിന്നെയും ഇരുത്താനാണെങ്കിൽ ആ വിളക്ക് തെളിയിക്കാൻ ഈ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കും മോളെ. അവനിങ്ങ് വരും കേട്ടോ, വിഷമിക്കട്ടെ. പോട്ടെ, പ്രാർത്ഥിക്കും. അയ്യോ, എവിടെ? എന്താ മോലെ എവിടെ? എന്റെ കൊച്ചെ ആമി നിന്റെ കഴുത്തേലിട്ട് തന്നില്ലേ നിശ്ചയത്തിന്? ആ മാല എവിടെയെന്നായി ചോദിക്കണേ. എന്തിയോ മോളെ? കളഞ്ഞു. അതും കൊണ്ടുപോയി കളഞ്ഞു. അതോ ഇനി ആർക്കെങ്കിലും ഊരി കൊടുത്തെങ്കിൽ അതെങ്കിലും പറ. ഇല്ല, അത് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്റെ കൊച്ചെ, അത് വെറും മാലയല്ല. തൃത്താളിക്കാവില് 101 ദിവസം ഭഗവതിയുടെ മുമ്പില് സുമംഗലി പൂജ നടത്തിയ മാലയാണ് നിനക്ക് ഇടാൻ തന്നത്. അതാണ് ഇപ്പൊ ആർക്കോ ഊരി കൊടുത്തത്. അത് എന്റെ അടുത്തുണ്ട്, ഞാൻ എവിടെയും കൊടുത്തിട്ടില്ല. ആ മുറി ചെന്ന് നോക്കാം, അവിടെ കാണും. ചേച്ചി ആ ബാഗിലൊന്ന് നോക്കാം. നീ വാ. അത് കളഞ്ഞു. അതോ ഇനി ആർക്കെങ്കിലും ഊരി കൊടുത്തിട്ടുണ്ടോന്ന് ആർക്കറിയാം? ഇവിടെ എന്തെങ്കിലും നേര് പറയോ അവള്? ഒന്ന് മിണ്ടാതിരിക്ക എന്റെ പ്രഭേ. ഭഗവതിയുടെ മുന്നിൽ വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. ഓ, ഭഗവതിയുടെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും ചെയ്യാം. ഞാൻ പറയണതാണ് ഇപ്പൊ കുറ്റം. ഓ എന്റെ ദേവി. ആമിയേ, ഒന്നിങ്ങ് വന്നേ. ഭഗവതി, മോളെ, ഇവിടെ എവിടെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ഇങ്ങോട്ട് അവളുടെ നാടകം കണ്ടോ? ആൾക്കാരും മണ്ടന്മാരാക്കാൻ. ആർക്കാണ് നീ ഊരി സമർപ്പിച്ചത്? ഇതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ടുള്ള അവളുടെ മോട്ട നാടകമാ. എന്താ പ്രഭേ, എന്തു പറ്റി?
ഇതിൽ കൂടുതൽ ഇനി എന്തോ പറ്റാനാ? ആമി കല്യാണ നിശ്ചയത്തിന് ചങ്ക് പറിച്ചു കൊടുക്കണ പോലെ ഒരു മാല ഒക്കെ കൊടുത്തില്ലേ? അതിപ്പോ കാണുന്നില്ല. ഏത് ഗതികെട്ട സമയത്താണോ ഈ കല്യാണത്തിന് സമ്മതം മൂളിയത്? എന്റെ അച്ചാച്ചനെ പറഞ്ഞ മതി. സൊണാലി ബംഗ്ലാവ് ഭയങ്കര അന്തസ്സായിരുന്നു. തലേ കയറ്റി വെച്ചിരിക്കുന്ന മാനം കെടുത്താൻ വേണ്ടിട്ട്. നീയും കൂടി ഇങ്ങനെ ബഹളം തുടങ്ങി അങ്ങനെ. ഈ സിറ്റുവേഷനിൽ അവൻ ജയിച്ചു. പക്ഷെ ഇതൊന്നും അധികാരം നിൽക്കില്ല. അവനുള്ള കുരുക്ക് ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ട്, ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം അത് നിങ്ങളുടെ കഴുത്തിൽ തന്നെ കുരുങ്ങും. അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ പോട്ടെ, നിങ്ങളുടെ മമ്മി പറഞ്ഞു എന്തുവാ? ഇത്രയും കാലം ഇതൊക്കെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? മമ്മി അത് വിഷമം കൊണ്ട് പറഞ്ഞല്ലേ. മമ്മിക്ക് സങ്കടം ഉണ്ടെങ്കിൽ അത് അവരോട് പറയണം. ഞാൻ ഈ കുടുംബത്തിന് വന്നു കയറിയത് ഒരു ബാധ്യതയായ രീതിയിലാണ് മമ്മി പറയുന്നത്. അത് മമ്മി കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേദനിക്കില്ല. നിങ്ങൾ നാളെ അവന്റെ കൂലിപ്പണിക്ക് ശിപ്പായി പണിക്കും സൊണാലി ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരും. അതിന് നിങ്ങളുടെ മമ്മി തന്നെ വഴിയൊരുക്കും. നീ ഒന്നും മിണ്ടായിരിക്കോ? എന്ത് വഴിയൊരുക്കുന്ന? മൂത്ത മകൻ ഞാനാണെങ്കിൽ എനിക്ക് അതിനുള്ള അവകാശ അധികാരമുണ്ട്. അധികാരമുണ്ട്, എന്റെ മുന്നിൽ മാത്രം. സെക്യൂരിറ്റി ഡ്രസ് ഇട്ട് പുറത്ത് നിൽക്കും, അല്ലെങ്കിൽ നോക്കിക്കും. അതെ, എന്തുവാ? നിന്റെ അനിയത്തി ഇവിടെ വരുത്തിയാലോ? എന്തിന്? അവള് വന്നിട്ട് എന്ത് കാര്യം? കാര്യമുണ്ട്. നിന്റെ മിടുക്ക് നിന്റെ അനിയത്തി മുന്നിലുണ്ടെങ്കിൽ അവള് മാത്രം വിചാരിച്ച അവനെ പൂട്ടാം. അതെനിക്ക് ഉറപ്പാ. മമ്മിയുടെ മനസ്സിൽ അവളെ എങ്ങനെയെങ്കിലും കയറി പറ്റിയ ബാക്കി കാര്യം പുറകെ ഇരുന്ന് ഞാൻ ചെയ്തോളാം. ഞാൻ അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ? ആ, ഞാൻ അവളോടത് പറഞ്ഞു കഴിഞ്ഞു. അവള് നാളെ വരും. ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവള് വഴിയെ ഈ കുടുംബത്തിൽ എന്തെങ്കിലും അധികാരം ഉണ്ടാകാൻ പോകുന്നുള്ളൂ നിങ്ങൾക്ക്. അതെനിക്ക് ഉറപ്പാ. ഒരു കാര്യം ഉറപ്പാ, കുറച്ചു കാലം കഴിയുമ്പോ അവൻ തിരിച്ചു വരും. കൂടെ ഒരു പെണ്ണുണ്ടാവും. അതുപോലെ തന്നെ ഉള്ള കാര്യം. ആമയുടെ മാല ഊരിക്കളഞ്ഞിട്ട് വേറെ ആരെയോ കൊണ്ട് അവള് താലി കെട്ടിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പൂച്ചനെ പോലെ വന്നിരിക്കുന്നതായി കാണുന്നത്. കുറച്ചു കഴിയുമ്പോ കെട്ടിയോനാന്നും പറഞ്ഞ് വേറൊരുത്തിനും ഇങ്ങോട്ട് കയറി വരും. അന്നേരം പെട്ടെന്ന് പൊട്ടി മുളച്ചതുപോലെ അവളുടെ കഴുത്തിലൊരു താലിമാല ഉണ്ടാവും. ആമി, ഞാൻ ഇനിയും പറയുവാണ്, ഇതിങ്ങനെ വിടേണ്ട കാര്യമല്ല. ചോദിക്കേണ്ടവരെ കൊണ്ട് ചോദിപ്പിക്കേണ്ട രീതിയിൽ ചോദിച്ചാ മണി മണി പറയും പോലെ ഇവിടെ സത്യം പറയും. പ്രഭേ, കുറച്ച് കൂടുന്നുണ്ട്. ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ദുരിതം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ വീടായത്. കുടുംബത്തിന് പേരുദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും കൂടെ ഉള്ളതാ. ചെന്നൈ, മുംബൈ, ദുബായ്, കൽക്കട്ട. സാറേ, ഇന്നോ നാളെയുമായിട്ട് അവൻ തിരിച്ചു വരും. ഇല്ലടാ ബഷീറെ, അവന്റെ അല്ലയോ കല്യാണം. വരാതെ എവിടെ പോവാനാ സാർ? പെൺകുട്ടിയുടെ പെറ്റീഷനിൽ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൻക്വയറി നടക്കുന്നുണ്ട്. പക്ഷേ കൺക്ലൂഷൻ എന്തായിരിക്കും ഞങ്ങൾക്ക് നേരത്തെ അറിയാം. കൊക്കയിലേക്ക് വീണതായാലോ ആരെങ്കിലും വീഴ്ത്തിയതായാലോ ഒരേ എഫക്റ്റാ. ആളെ കിട്ടില്ല. അത് ഞാൻ കുട്ടിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നാഗരാജ്, ആ പ്രോപ്പർട്ടി ഇങ്ങ് എടുക്കൂ. ഈ ഷൂസും ഡ്രസ്സും ഒക്കെ ബാലുവിന്റേതാണോ നോക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ്. പേടിക്കണ്ട, ഇങ്ങ പോര്. ഞാനാ. മുന്നോ മുന്നോ. ആരോട് ചോദിച്ചിട്ട് മുറി കയറി? ഇപ്പൊ ഇറങ്ങിക്കോണം. ഇറങ്ങടി എന്റെ മുറിന്ന്. എനിക്ക് പോവേണ്ട സമയമായി. ഇറങ്ങിപ്പോ. എനിക്ക് ഡ്രസ് മാറണോന്ന്. മമ്മി, മമ്മി, മമ്മി മാറിക്കോ. മമ്മി, ഞാൻ ഇവിടെ ഇരിക്കാം. മമ്മി, മമ്മി, നീ എന്തിനാ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചേക്കുന്നത്? കാണാൻ പാടില്ലാത്തത് കാണാൻ പറ്റുന്ന ഗ്ലാസ്സാ ഇത്. എന്താ കാണാൻ പാടില്ലാത്ത?
കാണാൻ പറ്റുന്ന ഗ്ലാസ്. അയ്യേ, ഞാൻ തിരിഞ്ഞിരുന്നോളാം, സാറ് ഡ്രസ് മാറിക്കോ. അപ്പൊ നീ ഇറങ്ങില്ല? ഇല്ല. ശരി, നീ അവിടെ തന്നെ ഇരുന്നു, ഞാനേ അങ്ങോട്ട് വരാം. കാണാൻ പാടില്ലാത്ത കാണണ്ടേ? പോലെ സുജാതേ, അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ഇങ്ങ് വന്നേ. അതെ, ശിവയെ കിട്ടാത്തോണ്ട് ലോട്ടസ് ഗ്രൂപ്പിന്റെ മാനേജർ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ കാര്യം പറ മനുഷ്യ. അവൻ മംഗലാപുരത്ത് ചെന്നിട്ട് അവിടെ എന്തൊക്കെയോ ചില ഇഷ്യൂസ് ഉണ്ടാക്കിയെന്ന്. ഇഷ്യൂസ്? പോലീസ് കേസോ പെണ്ണ് കേസോ അങ്ങനെ എന്തൊക്കെയാണ്. ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? ലോട്ടസ് ഗ്രൂപ്പിന്റെ മാനേജർ വിളിച്ചറിയിച്ചതാ. അയാൾ അവിടുത്തുകാരനാ. ശിവയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് എന്നെയാ വിളിച്ചത്. ഇവൻ അവിടെ ചെന്നിരുന്നു. അവിടെ താമസിക്കുന്ന സ്ഥലത്ത് എന്തോ ഇഷ്യൂ ആയെന്നാ പറയുന്നേ. പെണ്ണ് കേസും പോലീസ് കേസും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സ്വർണമാല അവന്റെ ഡ്രസ്സിൽ നിന്ന് കിട്ടിയെന്നല്ലേ പറഞ്ഞത്? എല്ലാം കൂടെ എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. ഇതെവിടുന്ന് കിട്ടി? ഇതവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ എന്തോ ഒരു കുരുക്കുണ്ടല്ലോ. നമുക്കിതൊന്ന് പപ്പയോട് പറഞ്ഞാലോ? അവന്റെ MD സ്ഥാനം ഇതോടെ വീണ്ടും തെറിച്ചു പോവും. പപ്പയെക്കാലം പവർ ഇപ്പൊ മമ്മിക്കാ. മമ്മിയോട് പറയുന്നതായിരിക്കും നല്ലത്. അവരെ തീരുമാനിക്കുന്നതേ നടക്കത്തുള്ളൂ. അത് ശരിയാ, മമ്മിയോട് പറയാം. അവനെ ഭയങ്കര പരിശുദ്ധനായിട്ട് കൊണ്ടു നടക്കല്ലേ. ആ ഇമേജ് പൊളിക്കാൻ ഇത് മതി. അതെ, ഞാനിതൊന്ന് മമ്മിയോട് സംസാരിക്കട്ടെ. മമ്മി, മമ്മി. അതെ, ഇവളുടെ ഈ അനിയത്തിയെ സിദ്ധുവിനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. മാച്ച് ആണോ? അതിന് നിങ്ങൾ എനിക്ക് മാച്ചായിരുന്നോ? അല്ലല്ലോ. എന്നിട്ട് ജീവിക്കുന്നില്ലേ ഇപ്പോഴും? ഇവളുടെ ഈ ആലോചന ഇന്നുകൊണ്ട് അലസിപ്പോണം. അതിന് നിങ്ങൾ മുന്നിൽ നിന്നോണം. ഞാനോ? ആ, നിങ്ങൾ തന്നെ. ഈ പെൺവർഗമല്ല എന്താ ഇങ്ങനെ?